മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന നിലപാടുകളാണ് മോദി സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി. വെള്ളിനേഴിയിൽ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പാലോളി. അമേരിക്കൻ സാമ്രാജ്യത്വം കാണിച്ചുകൂട്ടുന്ന പൈശാചികവും ക്രൂരവുമായ പ്രവർത്തനങ്ങൾക്ക് വെള്ളപൂശുന്ന നിലപാടാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചു വരുന്നത്. മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ രാജ്യത്തെ എത്തിക്കുകയാണ്. ഇത് തിരിച്ചറിയാൻ ജനങ്ങൾ വൈകിപ്പോകുന്നു എന്നതാണ് ഖേദകരം. ഇതിനെ ചെറുക്കാൻ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നും പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന വി ഗംഗാധരൻ മാസ്റ്ററുടെ നാമധേയത്തിലാണ് വെള്ളിനേഴിയിൽ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഒരുങ്ങുന്നത്. പാലോളി മുഹമ്മദ് കുട്ടി കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. അമേരിക്കൻ സാമ്രാജ്യത്വം കാട്ടിക്കൂട്ടുന്ന പൈശാചികതയെ മുഴുവനും വെള്ളപൂശാനും അതിന് പിന്തുണ കൊടുക്കാനും ശ്രമിക്കുന്ന ഒരു ശക്തിയായിട്ട് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രത്യേകത. ആ ജനങ്ങളെ ഇന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. മതത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും പാർസികളായാലും ബുദ്ധരായാലും ഏത് വിഭാഗമായിരുന്നാലും ഒരുമിച്ച് സൗഹാർദ്ദത്തോടുകൂടി ജീവിച്ചു പോകുന്ന രാജ്യത്താണ് ഇവിടെ വിള്ളലുണ്ടാക്കി പരസ്പരം ഏറ്റുമുട്ടിച്ച് രാജ്യത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അപകടം പിടിച്ചുള്ള കാലഘട്ടമാണ് ഇന്ന്. അത് നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് തിരിച്ചറിയാൻ വൈകുന്നു എന്നുള്ളതാണ് ഒരു അപകടം. അത് നല്ലതുപോലെ തിരിച്ചറിഞ്ഞ് ആ തെറ്റ് രാജ്യത്തെ എവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളത് മനസ്സിലാക്കി ജനങ്ങളെ മുഴുവനും ആ പോക്കിനെതിരായിട്ട് അണിനിരത്തുക എന്നുള്ള ഭാരിച്ച ചുമതല ഇന്ത്യ രാജ്യത്ത് ഇന്ന് നിർവഹിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ മറ്റൊരു പാർട്ടിയുമില്ല. പാർട്ടികളൊക്കെ ഉണ്ട്. CPM ഏരിയ സെക്രട്ടറി K ജയദേവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ മുഖ്യാതിഥിയായി. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം K സലീക, P മമ്മിക്കുട്ടി MLA, K പ്രേംകുമാർ MLA, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K ശിവകുമാർ, E ശ്രീധരൻ മാസ്റ്റർ, K രാമചന്ദ്രൻ മാസ്റ്റർ, P അരവിന്ദാക്ഷൻ, M മോഹനൻ, V പ്രജീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ബ്രാഞ്ച് കമ്മിറ്റികളും സഹകരണ സംഘങ്ങളും കെട്ടിട നിർമ്മാണത്തിലേക്ക് നൽകിയ സംഭാവനകളും ചടങ്ങിൽ ഏറ്റുവാങ്ങി. തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള സുവർണാവസരം നിവ ഗോൾഡ് ഒരുക്കുന്നു ഓരോ ഗോൾഡ് പർച്ചേസ് പ്ലാൻ. പദ്ധതിയിൽ അംഗമാകുന്നതിന് ഇന്ന് തന്നെ വിളിക്കൂ.